നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ച കൂട്ടത്തിലൊരു ചോദ്യം അവരോട് ചോദിച്ചു. സാറേ, എൻ്റെ മനസ്സിലെ ചില ഓർമ്മകൾ മറന്നു പോകാൻ എന്തെങ്കിലും മരുന്ന് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കൗൺസിലറിനെ കാണണോ? അല്ലെ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോൾ. ഞാൻ പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ചോദ്യം? അപ്പോൾ അവർ പറയുന്നത് അവർക്ക് അവരുടെ മകനെ പറ്റിയുള്ള ഓർമ്മകൾ മറന്നു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ്. ഞാൻ ആദ്യം കരുതി ഈ മകൻ മരിച്ചു പോയതായിരിക്കും. അപ്പോൾ എങ്ങനെ ഈ അമ്മോട് ചോദിക്കുന്നത്, മകൻ മരിച്ചു പോയതാണോ? അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അമ്മയുടെ പ്രശ്നം, അമ്മ എന്തോ എന്നോട് വിശദമായി പറയാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഈ സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയാണ്. ഇതിനിടയിൽ ഇവർക്കൊരു കുഞ്ഞുണ്ടായി, ഒരു മകനുണ്ടായി. പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ ഈ മകന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, എന്നാൽ കഷ്ടപ്പെട്ടിൽ കൂടെ തന്നെ ജോലി ചെയ്ത് സക്സസ് ആയ ഒരു സ്ത്രീയാണ്. സ്വന്തമായ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സാമ്പത്തിക വരുമാനമൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ അമ്മയും മകനുമായി ഒരുപാട് യാത്രകൾ ചെയ്യുമെന്ന്. അങ്ങനെ ഇവർ മുന്നോട്ട് പോയപ്പോൾ ഒരു മകനൊരു 10-21 വയസ്സായപ്പം ഇവർക്കൊരാഗ്രഹം, മകനെ ഉടനെ കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പം മറ്റൊന്നും കൊണ്ടല്ല, അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, മകൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അവൻ പോകുമ്പം പല പെൺകുട്ടികളെ കണ്ടെന്നിരിക്കും. ഒരു പക്ഷേ തെറ്റിപ്പോകണ്ട എന്ന് കരുതി അവൻ്റെ കല്യാണമൊക്കെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവനൊരു കുടുംബമാവല്ലോ, പിന്നെ ഒരു അച്ചടക്കം വരുമല്ലോ എന്ന് കരുതി അവർ പെട്ടെന്നൊരു കല്യാണത്തിനുള്ള പരിപാടിയൊക്കെ നോക്കി. നാട്ടിൽ നിന്ന് വളരെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച്, ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണമൊക്കെ കഴിപ്പിച്ചു. ഇത് കല്യാണം കഴിഞ്ഞ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് നടന്ന സമയമാണ്. അപ്പോൾ അമ്മ മകനൊരു വാക്ക് കൊടുത്തിരുന്നു, എന്താ പറയുക, ഒരു ടൂറ്, അതായത് ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാം. പക്ഷേ കോവിഡ് ആയ സമയത്ത് ഇവരുടെ കയ്യിലെ ബിസിനസ്സൊക്കെ ഒന്ന് സാമ്പത്തികമായിട്ട് ഇച്ചിരി ഡള്ളാകുകയും കല്യാണത്തിന് ഒരുപാട് എമൗണ്ട് ആകുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് അത്ര സാമ്പത്തിക ഭദ്രത ഉണ്ടായില്ല. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകെ ഈ മരുമകൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രശ്നമായി. അത്രയും നാളും അമ്മയുടെ കൂടെ നിന്ന മകന് ഇനി അവരൊക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി, ഇവർ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ അവൻ ഇനിയും താമസിക്കാൻ താല്പര്യമില്ല. ഭാര്യയുടെ വീടിനടുത്തേക്ക് പോകാം, അതായത് ഭാര്യ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞ് ഒരു താമസത്തിലേക്കായി. അമ്മയോട് പറയുന്നത്, അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ മതി, നമുക്കിനിയും സ്ഥാപനങ്ങളൊന്നും ആവശ്യമില്ല, അതെല്ലാം വിറ്റിട്ട് നമ്മൾ നാട്ടിലേക്ക് വരിക എന്ന്, നമുക്ക് നാട്ടിൽ പോയി സെറ്റിലാകാം എന്നുള്ളൊരിതാണ് പറയുന്നത്. നാട്ടിൽ ഈ പറയത്തക്ക ആരും തന്നെ ഇല്ലാത്തത് കാരണം, മാത്രവുമല്ല നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെയ്യാനൊരു ബിസിനസ്സും ഇല്ലാത്തത് കാരണം അമ്മ ഇതിന് സമ്മതിച്ചില്ല. അവസാനം മകൻ ഒരു മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ നിന്ന് അവരെ ഇറങ്ങിപ്പോയി. ഭാര്യയും മകനും നാട്ടിലാണ്, അമ്മ തന്നെ നോർത്ത് ഇന്ത്യയിൽ കഴിയാണ്. അവർ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ് അവർ റൺ ചെയ്ത് പോകുന്നുണ്ട്. അവസാനം മകൻ്റെ ഈ നിരന്തരമായ എന്താ പറയുക പ്രഷർ കാരണം, എന്നാൽ ബിസിനസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യാം എന്ന് കരുതി അവരിരുന്നു. അപ്പം മകനെ അമ്മ വിളിച്ചു പറഞ്ഞു, ശരി, ഞാനിതെല്ലാം ക്ലോസ് ചെയ്യാണ്, നിങ്ങൾ വാ, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങളോട് വേണ്ടേ സൈൻ ചെയ്യാൻ, കിട്ടുന്ന പൈസ ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞപ്പം, എല്ലാം ശരിയാവട്ടെ, ഞാൻ വരാം എന്ന് മകൻ മറുപടി കൊടുത്തു. അങ്ങനെ ഈ അമ്മ പേപ്പറുകളൊക്കെ ശരിയാക്കിയപ്പം എന്തോ ആ ബിസിനസ്സിൽ അവർക്ക് വിൽക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ മകൻ വന്നതുമില്ല. മകൻ വരുമെന്ന് പറഞ്ഞ സമയമുണ്ട്, മകൻ വന്നില്ല. അപ്പം അമ്മ വിളിച്ചു വെച്ച്, നീ എന്താ വരത്തെ വെച്ചാൽ പറഞ്ഞു, അതെന്തായാലും വിറ്റില്ലല്ലോ, ഇപ്പം ഞാൻ വന്നിട്ട് എന്തോ ചെയ്യാനാ, വിൽക്കുമ്പം പറ, വിറ്റ് കഴിഞ്ഞിട്ട് പൈസ ബാങ്കിൽ വരുമ്പം പറ, ഞാൻ അന്നേരം വന്ന് മേടിക്കാം എന്നൊരു രീതിയിൽ ഒരു സ്റ്റാൻഡിലാണ് മകനും വരുമ്പോഴും നിൽക്കുന്നത്. അമ്മ പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ വിൽക്കുന്നില്ല. ഇനിയിപ്പോൾ അമ്മയുടെ ശിഷ്ടകാലം നമുക്കറിയാമല്ലോ, നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ പോയൊരു മകൻ എന്നിനി തിരിച്ചു വരും നമുക്ക് ഊഹിക്കാം. അപ്പം മകൻ ഉടനെ വരത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് അമ്മ ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്തത്, അല്ല അവർ സമ്പാദിച്ച സമ്പാദ്യവുമായിട്ട്, അല്ല അവർ നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്, കാരണം ഒരുപാട് ഫാമിലി അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അത് മുന്നോട്ട് പോവുകയാണ്. ഈ സ്ത്രീക്ക് സത്യം പറഞ്ഞാൽ ഈ മകൻ പോയ വിഷമം ഒട്ടും താങ്ങാൻ സാധിക്കുന്നില്ല. കാരണം 3-4 വയസ്സുള്ളപ്പോൾ ഭർത്താവ് മരിച്ചു പോയാണ്. ഈ കുഞ്ഞ് 3 വയസ്സോ 4 വയസ്സുള്ളപ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചു പോയാണ്. അന്ന് മുതൽ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇത്രയും കൊണ്ടുവന്ന് ഈ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോഴും ആ ഒരു അമ്മയ്ക്കുള്ള ഒരു സിംഗിൾ മദർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്.
പക്ഷെ അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഈ മകൻ പോയപ്പം ആ അമ്മ ഉണ്ടാകുന്ന മാനസിക വിഷമം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നോട് ചോദിക്കുന്നത്, സാറേ അവരുടെ മെമ്മറിയിലെ ചില പോർഷൻസ് മായ്ച്ച് കളയാൻ വല്ലതും മരുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മളൊക്കെ പലപ്പോഴും ചില നമ്മുടെ വിഷമങ്ങളോ അതൊക്കെ മായ്ച്ച് കളയാൻ മരുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഒരു മക്കളെ പറ്റിയൊക്കെ അപ്പനും അമ്മയും അങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ദോഷമാണ്, പാപമാണ്. താങ്ക് യു.